നമ്മളിവിടെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി മേടിച്ച വണ്ടിയുടെ ഫ്ലോർ മാറ്റും സീറ്റെല്ലാം അഴിച്ചപ്പം ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. മിക്കയിടത്തും തുരുമ്പും അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ തുളയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലോർ മാറ്റും വിനയിലേക്ക് ഒട്ടിച്ചേക്കുന്ന ഒട്ടുമിക്ക എല്ലാ വണ്ടികളുടെയും അവസ്ഥ കുറേ നാൾ കഴിയുമ്പം ഈ കാണുന്ന പോലെയൊക്കെ ആയിരിക്കും. ഈ വണ്ടിയുടെ സീറ്റിന് അടിവശമൊക്കെ ഈ കാണുന്ന പോലെ തുരുമ്പെടുത്ത് അടർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. നമ്മളിന്നിവിടെ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവുകളും എക്സ്പീരിയൻസൊക്കെയാണ് ആവുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ ഇതുപോലെ ഡാമേജ് ആയ ഒരു ഫ്ലോർ നമ്മൾ ഫൈനലായിട്ട് ഈ കാണുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തുളകളൊക്കെ അടച്ച് ഇതിനകത്ത് ഒരു കോട്ട് പ്രൈമറും അടിച്ചിട്ടേക്കുവാണ്. ഇപ്പോൾ ഇതിൽ തൽക്കാലത്തേക്ക് ഒരു കോട്ട് പ്രൈമർ മാത്രമാണ് അടിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സ്വയമേ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി മേടിച്ച ഈ വണ്ടിയുടെ ഫ്ലോർ മാറ്റും സീറ്റെല്ലാം അഴിച്ച് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോവാണ്. നിലവിലിപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ റബ്ബർ മാറ്റ് കിട്ടും. അതുപോലെ തന്നെ വിനൈൽ ഷീറ്റൊക്കെ ഒട്ടിച്ച് നല്ല ക്ലിയർ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ പഴയ വിനൈൽ ഷീറ്റ് ഇതെല്ലാം പൊളിച്ചളഞ്ഞിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളിലേക്കുള്ളിൽ ഇതുപോലെ ഫ്ലോർ മാറ്റും വിനൈൽ ഷീറ്റൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ പുറമേ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ അടിയിലെ അവസ്ഥ അങ്ങനെ ആയിരിക്കില്ല. ഇങ്ങനെയുള്ള ഷീറ്റുകളുടെ അടിയിൽ എപ്പോഴും ഈർപ്പം പോലെ നനവൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പിന്നെ ഇതിൽ നല്ല രീതിയിൽ തുരുമ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇത് ശരിയാക്കി എടുക്കണമെങ്കിലും നല്ല പണച്ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഈ വണ്ടിയിൽ മുമ്പ് ഉപയോഗിച്ച് ഓണർ ഒട്ടിച്ചതായിരുന്നു ഈ വിനൈൽ ഷീറ്റൊക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പൊളിച്ചളഞ്ഞിട്ട് നമ്മളിനി വേറെ രീതിയാണ് ചെയ്യാൻ പോകുന്നത് ഇതിൽ. അതുപോലെ ഞാനിവിടെ ഈ വണ്ടി വാങ്ങിയപ്പം ഇതിൻ്റെ തുരുമ്പ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെയാണ് മേടിച്ചതും. ഇതിൻ്റെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും സ്വയമേ പരിഹരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഞാൻ ഈ വണ്ടി മേടിച്ചത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വാഹനങ്ങളിലും അതുപോലെ വിനൈൽ ഷീറ്റും ഫ്ലോർ മാറ്റൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഞാനിവിടെ ഈ വണ്ടിയിൽ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം പൊളിച്ച് കളയാൻ പോവാണ്. അങ്ങനെ ഇവിടെ ഒട്ടിച്ചെല്ലാം ഞാനിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സൈഡിൽ കൂടെ എല്ലാം തുരുമ്പും പൊടിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കളയാൻ പോകണേ. ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഈ ബാക്കിലെ സീറ്റൊക്കെ അഴിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിലെ ഫ്ലോർ മാറ്റെല്ലാം കുത്തിപ്പൊളിക്കാം. അങ്ങനെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ സീറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം കവറിങ് ആയിട്ട് വരുന്ന സൈഡാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ പൊടിയും ചെളിയെല്ലാം ഉണ്ട്. പിന്നെ ഈ വണ്ടിയിൽ ബാക്കിൽ ഈ സീറ്റിൻ്റെ ഇവിടെ ഹൈറ്റ് കൂട്ടാനായിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഫോം പോലെ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലായിരുന്നു വിനൈൽ ഷീറ്റൊക്കെ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വെള്ളമൊക്കെ നനഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. നല്ല ഇതിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തുരുമ്പ് അയക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ഈ സീറ്റിൻ്റെ സൈഡിലെ ഒരു ബോൾട്ട് വരുന്ന സൈഡിൽ ഫുള്ള് തുരുമ്പെടുത്ത് പോയേക്കുവാണ് മെറ്റൽ ഷീറ്റ്. അപ്പോൾ ഇവിടെ ഒട്ടിച്ചേക്കുന്ന ഈ ഫോം ഷീറ്റെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇത് കീറിയെടുക്കാൻ. അങ്ങനെ ഞാനിവിടെ ഇതിൻ്റെ ഈ സീറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിവശമായിരുന്നു ഫുള്ള് പോയത്. ഇപ്പോൾ വണ്ടികളിലൊക്കെ ഫ്ലോർ മാറ്റൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ പണി കിട്ടും. അതുപോലെ ഇങ്ങനെയുള്ള ഫ്ലോർ മാറ്റൊക്കെ എല്ലാം പശയൊക്കെ ഉപയോഗിച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടത്ത് ക്ലീൻ ചെയ്യലൊന്നും നടക്കില്ല. അപ്പോൾ ഇനി ഞാൻ ഈ വണ്ടിയിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഇടയ്ക്കെല്ലാം എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമുള്ള റബ്ബർ മാറ്റും എല്ലാം ഒക്കെയാണ്. അപ്പോൾ പഴയ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ അടിവശമൊക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ. ഈ വണ്ടി മേടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വേറെയും 3-4 വണ്ടികൾ പോയി നോക്കിയിരുന്നു. അതിനെല്ലാം ഇതിനേക്കാളും വലിയ തുരുമ്പൊക്കെ ആയിരുന്നു. നമ്മുടെ ഈ വണ്ടിക്ക് ഫ്ലോറിന് മാത്രമാണ് ഇതുപോലെ തുരുമ്പൊക്കെ ഉള്ളൂ. ചേസ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചേക്കുന്ന ഇതുപോലെ ക്ലോത്ത് പോലെയുള്ള എല്ലാം നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുവാണ്. അതുപോലെ നമ്മൾ ഈ വണ്ടിയുടെ റീസ്റ്റോറേഷൻ വീഡിയോ ഓരോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി കണ്ടു നോക്കുക താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തുരുമ്പായിട്ടുണ്ട്. പിന്നെ ചില സൈഡുകളിലൊക്കെ ഹോള് വീണിട്ടുണ്ട്. പിന്നെ ഡോർ ലോക്കിൻ്റെയൊക്കെ സൈഡിലേക്കുള്ള ഇങ്ങനെയുള്ള വയറുകളൊക്കെ എല്ലാം ചുമ്മാ അതുപോലെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിനൊന്നും ഇൻസുലേഷൻ ഒന്നും ഇല്ലാതെ. അപ്പോൾ ഇതെല്ലാം നമുക്കിനി സെറ്റപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ പഴയ തുരുമ്പെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ വണ്ടിയുടെ ഇങ്ങനത്തെ ഈ ഫ്ലോർ ഷീറ്റ് തുരുമ്പെടുത്ത് പോയാലും ഇതിന് പറ്റുന്ന രീതിയിലുള്ള ഫ്ലോർ ഷീറ്റ് തന്നെയായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പം പഴയ തുരുമ്പെടുത്ത് ഈ ഫ്ലോർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയത് ബെൽഡ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പണികൾ കിട്ടിയാലാണ് പെട്ടുപോകുന്നത്. ഇതിനൊക്കെ നല്ല റേറ്റ് ആവും ചെയ്യുന്നതിന്. പിന്നെ വലിയ വെയിറ്റ് വരാത്ത സ്ഥലങ്ങളിലും അതുപോലെ ചെറിയ ഹോളുകളൊക്കെ ആണെങ്കിൽ നമുക്കത് റിവൈറ്റ് വെച്ചും സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ചില സൈഡിലേക്ക് ഇതുപോലെ പെയിൻറ്റ് പൊളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കുത്തി കളഞ്ഞിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വീണ്ടും പ്രൈമർ അടിച്ച് പെയിൻറ്റ് അടിച്ചാണ് കാര്യമുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള പൊടികളൊക്കെ നമ്മൾ എന്തോരം പ്രശ്നമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്താൽ ഇതൊന്നും പോകില്ല. അതുകൊണ്ട് ഞാനിവിടെ വെള്ളവും കാർ ഷാമ്പൊക്കെ ഉപയോഗിച്ചതും കഴുകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകമെല്ലാം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എല്ലാം ഡ്രൈ ആയി തുരുമ്പും എല്ലാം കുത്തി കളഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇനി പ്രൈമർ അടിക്കാൻ പോകുന്നത്.
അതുപോലെ ഞാനിവിടെ ഈ ഒരു വണ്ടി മേടിച്ചത് നന്നാക്കി മറിച്ച് വിൽക്കുക എന്നൊരു ഉദ്ദേശത്തോടെയല്ല, എനിക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ടാണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഒരുപാട് താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ചെയ്ത് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമാവും. അതുപോലെ ഇത്രയും നാൾ നമ്മളിവിടെ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇലക്ട്രോണിക് സാധനങ്ങളിലൊക്കെ റീസ്റ്റോറേഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ചേഞ്ച് ആയിട്ട് നമ്മൾ ഈ ഒരു വണ്ടി മേടിച്ചതാണ് റീസ്റ്റോറേഷനായിട്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഉള്ളിലുള്ള പൊടിയും ചെളിയൊക്കെ നന്നായിട്ട് പോകാനായിട്ട് നമ്മൾ കാർ ഷാമ്പും കിട്ടും ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ സ്വയമേ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആണ് കിട്ടുന്നത്. എല്ലാവർക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവുകളൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഷ്ടപ്പെടാനുള്ള മനസ്സും സമയമൊക്കെ ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് വെള്ളം ഒഴിച്ച് കഴുകും കൂടി ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന പൊടിയും തുരുമ്പും എല്ലാം കഴുകി കളഞ്ഞപ്പം അത്യാവശ്യം ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ പ്രൈമർ അടിക്കുന്നുള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മളിതിൽ ഒരു കോട്ട് മെറ്റൽ പ്രൈമർ അടിക്കാൻ പോവാണ്. മെറ്റൽ പ്രൈമർ അടിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോക്സി പ്രൈമർ അടിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇതിൽ തുരുമ്പെല്ലാം ചിരണ്ടി കളഞ്ഞ് ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് പ്രൈമർ കൂടെ അടിച്ചിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. അതുപോലെ ഞാൻ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വലിയ തുളകളൊക്കെയും അടച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ഞാൻ ഇതിൻ്റെ തുളയൊക്കെ അടച്ചേക്കുന്നത് മെറ്റൽ ഷീറ്റ് കട്ട് ചെയ്ത് റിവേറ്റ് ചെയ്യണം വെച്ചാണ് ഉറപ്പിച്ചേക്കുന്നത്. 70 കിലോ വെയിറ്റുള്ള ഞാൻ കയറിന്നിട്ടും കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ ശരിക്കും ചെയ്യേണ്ടത് വെൽഡിംഗ് ആണ്. നമ്മുടെ ഈ വെൽഡിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തൽക്കാലത്തേക്ക് റിവേറ്റ് കൊണ്ട് വെച്ച് ഉറപ്പിച്ചേക്കുന്നത്. ചെറിയ ഹോളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ റിവേറ്റ് കണക്ക് വെച്ച് ഉറപ്പിച്ചാലും മതി. അപ്പോൾ ഇതിൽ ഈ മെറ്റൽ ഷീറ്റ് ഒക്കെ റിവേറ്റ് കണ്ണ് വെച്ച് ഉറപ്പിക്കുന്നതിൻ്റെ വീഡിയോ മനഃപൂർവ്വം എടുക്കാത്തതാണ്. റിവേറ്റ് കണ്ണ് വെച്ച് ഇങ്ങനെ മെറ്റൽ ഷീറ്റൊക്കെ ഉറപ്പിച്ചാൽ ഇതിന് ഉറപ്പ് കിട്ടില്ല എന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒഴിവാക്കിയത്. അപ്പം വെൽഡിംഗ് മെഷീൻ മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പഴയ ഫ്ലോറെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ഫ്ലോർ മേടിച്ച് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്തേക്കുന്നതാണ്. അതുപോലെ ഇനി അടുത്തായിട്ട് നമുക്ക് മെയിനായിട്ട് വേറെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ വരുന്ന വയറുകൾക്കൊന്നും ഇൻസുലേഷനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയെല്ലാം നമുക്ക് ഓരോന്നായിട്ട് സെറ്റപ്പ് ചെയ്യാനുള്ളതാണ്. വണ്ടികൾക്കൊക്കെ ഇലക്ട്രിക് സംബന്ധമായിട്ട് കംപ്ലയിൻറ്റ് വരുന്നതിൻ്റെ പ്രധാന കാരണം വയറുകളൊക്കെ ഇതുപോലെ ഇൻസുലേഷൻ ഇല്ലാതെ കിടന്നിട്ടൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വയറിംഗ് കിറ്റിനൊക്കെ ഇൻസുലേഷനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള വണ്ണം കൂടിയ വാട്ടർ ലെവൽ നോക്കുന്ന ഈ ഒരു ഹോസാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഫ്യൂവൽ ലെവൽ മീറ്ററും കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പുതിയ ഫ്യൂവൽ ലെവൽ മീറ്ററിൻ്റെ ഒരു സ്പെയർ അതിനായിട്ട് മേടിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഇതിന് ഞാനൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് ആപ്പയിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഫ്യൂവൽ ഗേജ് മീറ്ററാണ്. ഇതിന് 450 രൂപയാണ് ആയത്. അപ്പോൾ ഈ ഒരു ഫ്യൂവൽ ഗേജ് മീറ്ററിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ ഡിക്കി ഡോറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ തുരുമ്പെടുത്തൊരു ഹോൾ പോലെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ആയിരുന്നു വരുന്നത്. ഇതിലുണ്ടായിരുന്ന പഴയ സ്വിച്ച് തുരുമ്പെടുത്ത് പോയതായിരുന്നു അത്. അപ്പോൾ ഇവിടെ വെക്കാനുള്ള സ്വിച്ച് ഞാൻ പുതിയത് മേടിച്ചിട്ടുണ്ട്. ഇതിന് 33 രൂപയാണ് ആയത്. ഇത് വാങ്ങിയത് മാരുതി ജെന്യൂൻ പാർട്സിൽ നിന്നാണ്, തൊടുപുഴയിൽ നിന്ന്. പിന്നെ ബാക്ക് ഡോറിൻ്റെ സൈഡിലുള്ള സ്വിച്ചും കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ പുതിയത് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്വിച്ചിന് ഒരെണ്ണത്തിന് 35 രൂപയാണ് ആയത്. അതുപോലെ വണ്ടിയുടെ ഉള്ളിൽ വരുന്ന കവർ കാര്യങ്ങളെല്ലാം ഞാൻ അടിച്ച് മാറ്റി വെച്ചേക്കുവാണ്. ഇതൊക്കെ നമുക്കൊന്ന് റീപെയിൻറ്റ് ചെയ്തിട്ട് വേണം വീണ്ടും ഫിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മുടെ ഈ വണ്ടിയിൽ ഒട്ടിക്കാനായിട്ട് നമ്മൾ പുതിയ ടൈപ്പ് മാറ്റ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് റബ്ബർ ടൈപ്പാണ്. ഈ ഒരു റോളിന് 400 രൂപയാണ് ആയത്. ഇത് ആപ്പയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് മേടിച്ചതിൻ്റെ കാരണം ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കെല്ലാം ഇടത്തു നിന്ന് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ഇതൊക്കെയെല്ലാം ഓരോ പരീക്ഷണങ്ങളാണ്, എങ്ങനെയാവുമെന്ന് അറിയില്ല. അപ്പോൾ ഉള്ളിൽ ഇച്ചിരി ഭംഗി കുറഞ്ഞാലും എന്തായാലും നമ്മൾ ഇനി വിനയിൽ മാറ്റ് ഒട്ടിച്ച് നശിപ്പിക്കുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. എന്തെങ്കിലും നിർദ്ദേശമോ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.